അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 5ാം ക്ലാസ്സിലെ അഹ്കാമു തജ്വീദിലെ 10ാമത്തെ പാഠം അദ്ദർസുൽ ആഷിർ മഖാരിജുൽ ഹുറൂഫ് 4 3 ഷഫത്താനി 2 ചുണ്ടുകൾ. അവിടെ പെട്ടിക്കോളത്തിൽ കാണാം: 1 താഴെ ചുണ്ടും മേലെ മുൻപല്ലുകളുടെ തലയും. 2 ചുണ്ടുകൾ. വാവിൽ 2 ചുണ്ടുകളുടെ മധ്യഭാഗം അല്പം തുറന്നിരിക്കണം. അതിന്റെ അക്ഷരങ്ങൾ വാവ്, ബാ, മീം. ഇനി 4 ജൗഫ്, വായയുടെ ഉൾഭാഗം. 1 വായയുടെ ഉൾഭാഗം: അലിഫ്, വാവ്, യാ. മദ്ദിയ, ഇവ മദ്ദക്ഷരങ്ങളായി വരുമ്പോൾ. അലിഫ്, വാവ്, യാ ഇവ മദ്ദക്ഷരങ്ങളായി വരുമ്പോഴാണ് വായയുടെ ഉൾഭാഗം മഖ്റജ് ആവുന്നത്. ഇനി 5ാമത്തത് ഖൈശൂം, തരിമൂക്ക്. തരിമൂക്ക് എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ ഉൾഭാഗം. 1 തരിമൂക്ക്. മീമ്, നൂന്. ഉന്നത്തിന്റെ സന്ദർഭത്തിൽ മീമിനെയും നൂനിനെയും മണിക്കുന്ന സന്ദർഭത്തിലാണ് തരിമൂക്ക് മഖ്റജ് ആയി വരുന്നത്. ഇനി അതിന്റെ ഉദാഹരണം കാണാം: ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറളാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ. അവിടെ ഫീ ഖുലൂബിഹിം മറളുൻ, അവിടെ ഉന്നത്തിന്റെ സ്ഥലമായപ്പോൾ തരിമൂക്കാണ് മീമിന്റെ മഖ്റജായി വന്നത്. ഇനി അതിന്റെ വർക്ക് ബുക്കിൽ നമുക്ക് കാണാം: അദ്ദർസുൽ ആഷിർ മഖാരിജുൽ ഹുറൂഫ് 4. 1ാമത്തത് നുജീബ്, ഉത്തരം എഴുതുക. 1 തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? ഉത്തരം മീമ്, നൂന്. 2 ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏവ? ഉത്തരം വാവ്, ബാ, മീം. 2ാമത്തെ വർക്ക് കാണാൻ: നസ്ബിലു ബിൽ മുനാസുബി, യോജിച്ചത് ചേർത്ത് എഴുതുക. 1 ഹൽഖ്, ഉത്തരം ബി ആണ്, തൊണ്ട. 2 ലിസാൻ, ഉത്തരം സി, നാവ്. 3 ഷഫത്താനി, ഈ ആണ് ഉത്തരം, ചുണ്ടുകൾ. 4 ജൗഫ്, ഉത്തരം എ ആണ്, വായയുടെ ഉൾഭാഗം. 5 ഖൈശൂം, ഡി ആണ് ഉത്തരം, തരിമൂക്ക്. ഇനി അടുത്തത് കാണാം: നക്തുബുൽ മഖാരിജ്, മഖ്റജുകൾ എഴുതുക. ഹാ, ഹൽക്കിന്റെ താഴെ അറ്റം, തൊണ്ടയുടെ താഴെ അറ്റം. ഐന്, ഹൽക്കിന്റെ മധ്യഭാഗം. ഖാ, ഹൽക്കിന്റെ മേലെ അറ്റം. ഖാഫ്, നാവിന്റെ മുരടും മേലെ അണ്ണാക്കും. ജീം, നാവിന്റെ മധ്യവും അണ്ണാക്കും. ളാദ്, നാവിന്റെ അരുവും മേലെ അണപ്പല്ലുകളും. ലാമ്, നാവിന്റെ തലയുടെ അരുവും മേലെ മുൻപല്ലിന്റെ ഊനും. റാ, നാവിന്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിന്റെ ഊനും. ത്വാ, നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ മുരടും. സ്വാദ്, നാവിന്റെ അറ്റവും 2 വരിയിലെ മുൻപല്ലുകളുടെ ഇടയും. സാ, നാവിന്റെ തലയും മേലെ മുൻപല്ലുകളുടെ തലയും. ഫാ, താഴെ ചുണ്ടും മേലെ ചുണ്ടുകളുടെ തലയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.